വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം ആളിക്കത്തുകയാണ്. ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ അവകാശങ്ങളെ പോലും ഭയത്തോടെ നോക്കിക്കാണുന്ന BJP സർക്കാർ തങ്ങൾക്കെതിരെ ഉയരുന്ന ഓരോ ശബ്ദത്തെയും പോലീസ് വീര്യവും അർദ്ധസൈനിക ബലവും ഉപയോഗിച്ച് നിശബ്ദമാക്കാനാണ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടന്ന ചലോ സൻസദ് പാർലമെന്റ് മാർച്ചിന് നേരെയുണ്ടായ ക്രൂരമായ പോലീസ് അതിക്രമം. പരീക്ഷാ ക്രമക്കേടുകളിലൂടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ച കേന്ദ്ര സർക്കാർ സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഇപ്പോൾ ലാത്തിയും തോക്കും കാണിച്ച് യുവാക്കളെ പീഡിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ ഭരണകൂടത്തിന്റെ കിരാത നടപടികൾക്ക് മുന്നിൽ തലകുനിക്കാതെ ജന്തർ മന്ദറിലെ ആവേശക്കടലാക്കി മാറ്റിയിരിക്കുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സമരക്കാർ. പാർലമെന്റിലെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്ന അതേ ദിവസം തന്നെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ തകർത്ത കേന്ദ്ര സർക്കാരിന്റെ കൺമുന്നിലേക്ക് പ്രതിഷേധം എത്തിക്കാനായിരുന്നു വിദ്യാർത്ഥികളുടെ തീരുമാനം. എന്നാൽ ജനാധിപത്യത്തെയും പ്രതിപക്ഷ ശബ്ദങ്ങളെയും എന്നും ഭയപ്പെടുന്ന കേന്ദ്ര സർക്കാർ ഈ മാർച്ചിന് അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. അനുമതി നിഷേധിച്ചതുകൊണ്ട് സമരത്തെ ഇല്ലാതാക്കാമെന്ന സർക്കാരിന്റെ തീരുമാനത്തെ കാറ്റിൽ പറത്തിയാണ് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളും യുവാക്കളും അടങ്ങുന്ന വലിയൊരു ജനസഞ്ചയം ഡൽഹിയിലേക്ക് ഒഴുകിയെത്തിയത്. പോലീസ് തീർത്ത വൻ ബാരിക്കേഡുകൾ വിദ്യാർത്ഥികൾ മറികടന്നതോടെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് ക്രൂരമായി ലാത്തിവീശിയത്. സമരക്കാരെ അടിച്ചൊടിക്കാൻ നോക്കിയ ഡൽഹി പോലീസിന് നേരെ വിദ്യാർത്ഥികൾ ശക്തമായി പ്രതിരോധിച്ചതോടെ പ്രദേശം യുദ്ധക്കളമായി മാറി. BJPയുടെ അടിച്ചമർത്തൽ തന്ത്രങ്ങൾക്കൊന്നും തങ്ങളുടെ വീരത്തെ തളർത്താൻ കഴിയില്ലെന്ന് തെളിയിച്ചുകൊണ്ട് പോലീസിന്റെ ക്രൂരമായ മർദ്ദനമേറ്റിട്ടും വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പ്രതിഷേധങ്ങളെ നേരിടാൻ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് നേരെ വലിയൊരു സൈനിക സന്നാഹത്തെയാണ് മോദി സർക്കാർ ഡൽഹിയിൽ വിന്യസിച്ചിരിക്കുന്നത്. 5000-ലധികം പോലീസുകാരെയും കേന്ദ്ര സായുധ പോലീസ് സേനയുടെ 25-ലധികം ബറ്റാലിയനുകളെയുമാണ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിർത്തിയിരിക്കുന്നത്. പ്രത്യേക പോലീസ് കമ്മീഷണർമാർ മുതൽ ഡെപ്യൂട്ടി കമ്മീഷണർമാർ വരെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ അടിച്ചമർത്തൽ കോട്ട കെട്ടിയിരിക്കുന്നത്. ജന്തർ മന്ദർ, പാർലമെന്റ് പരിസരം, വിജയ് ചൌക്ക്, ഇന്ത്യ ഗേറ്റ് എന്നിവിടങ്ങളെല്ലാം സൈനികരെ കൊണ്ടു നിറച്ച് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഡ്രോണുകളും CCTV ക്യാമറകളും കനത്ത വാഹന പരിശോധനകളും നടത്തി ജനങ്ങളെ ബന്ദികളാക്കുന്ന നടപടി മോദി സർക്കാരിന്റെ ഉള്ളിലെ ഭയത്തിന്റെ തെളിവ് തന്നെയാണ്. ജനവിരുദ്ധ നയങ്ങൾ കാരണം ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ലാത്ത ഒരു ഭരണകൂടത്തിന് മാത്രമേ സ്വന്തം രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്ര വലിയ സൈനിക സന്നാഹം ഒരുക്കാൻ കഴിയൂ. വിദ്യാഭ്യാസ രംഗത്തെ അഴിമതികൾക്കെതിരെ സമാധാനപരമായി നിരാഹാര സമരം അനുഷ്ഠിച്ചിരുന്ന പ്രസ്തുത പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനോട് സർക്കാർ കാണിച്ച ക്രൂരത ഇതിലും വലുതാണ്. അദ്ദേഹത്തെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അവിടെയും അദ്ദേഹം തന്റെ സമരം തുടർന്നുകൊണ്ട് സർക്കാരിന്റെ മുഖത്തടിക്കുകയാണ് ചെയ്തത്. അനുമതിയില്ലാതെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയാൽ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങാൻ ഈ യുവതലമുറ തയ്യാറല്ല. സ്വന്തം അവകാശങ്ങൾക്കായി പോരാടുന്ന വിദ്യാർത്ഥികളെയും യുവാക്കളെയും ക്രൂരമായി അടിച്ചമർത്തുന്നതിലൂടെ BJP സർക്കാർ തങ്ങളുടെ ജനാധിപത്യ വിരുദ്ധ മുഖം ഒരിക്കൽ കൂടി തുറന്നു കാട്ടിയിരിക്കുകയാണ്. जिसे दर्द होता है वही रोता है।